കോഴിക്കോട്ട് എത്ര തരം പത്തിരികളുണ്ടാവും പറയാൻ പറ്റുമോ അങ്ങനെ? കോഴിക്കോട്ടെ പത്തിരികളുടെ പേരും വിഭവങ്ങളുടെ ആ വ്യത്യസ്തത ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. ഇത് ഒരുപാട് പത്തിരി ഒന്ന് പറഞ്ഞേ. അതിപ്പോ ഇരുന്ന ഇരിപ്പിൽ നൈസ് പത്തിരി ഉണ്ട്, ചട്ടിപ്പത്തിരി, പിന്നെ മടക്ക് പത്തിരി, കണ്ണ് വെച്ച പത്തിരി. അതെ അതെ അതെ. ഇപ്പൊ തന്നെ 6-7 പിന്നെ നമ്മളെ മധുരം, അതെ തൂക്കിപ്പത്തിരി, പിന്നെ നമ്മളെ മധുരം ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, പിന്നെ ഇറച്ചിപ്പത്തിരി ഉണ്ട്. ഒരു പത്തിരി 10-ലധികം ഉണ്ട് കോഴിക്കോട്. ഏതായാലും ഒരുപാട് സന്തോഷം. അവസാനത്തെ ചോദ്യമാണ്. ഇപ്പൊ അങ്ങക്ക് നമ്മുടെ ഈ അഭിമുഖം കഴിഞ്ഞതിന് ശേഷം പുറത്ത് നമുക്ക് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തിൽ എവിടെയെങ്കിലും ഒരു തുറസായ സ്ഥലത്ത് ക്രിക്കറ്റ് കളിക്കണോ ചെസ് കളിക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങ് ഏത് ഗെയിം ആയിരിക്കും തിരഞ്ഞെടുക്കുക? ചെസ് ഓർ ക്രിക്കറ്റ്? അത് ഇപ്പൊ സമയം കുറവുള്ളത് കാരണം ക്രിക്കറ്റ് ആയിരിക്കും. കാരണം ചെസ് കുറച്ചും കൂടി നമ്മൾ ആലോചിച്ച് ശാന്തമായി തിരക്ക് പിടിച്ച് കളിക്കാൻ പറ്റില്ല. ക്രിക്കറ്റാണ് നമുക്കൊരു ഓവറൊക്കെ ബാറ്റ് ചെയ്തെന്ന് രസമാക്കിയിട്ട് പോകാൻ പറ്റും. ഇപ്പം എനിക്ക് തിരക്ക് പിടിച്ച സമയം കൊണ്ട് ക്രിക്കറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അതായത് ഒരു കാലത്ത് കോഴിക്കോട് ഫറൂഖ് കോളേജ് വിദ്യാർത്ഥി ആയിരിക്കെ സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനെതിരെ ചെസ് കളിച്ച ഒരാളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതുമരാമത്ത്. അതിലൊരു തിരുത്തുണ്ട്. ഫറൂഖ് കോളേജ് വിദ്യാർത്ഥി ആകുമ്പോഴല്ല, 6ാം ക്ലാസ് പഠിക്കുമ്പോൾ. അന്ന് 40 പേരെ തെരഞ്ഞെടുത്തിരുന്നു. 40 പേരെ കേരളത്തിൽ തെരഞ്ഞെടുത്തിരുന്നു. ആ 40 പേരിൽ ഒരാളായിരുന്നു. അപ്പം 40 ടേബിൾ ഇങ്ങനെ വെച്ച് റൗണ്ടായി വെച്ച് വിശ്വനാഥാനന്ദ ഓരോരുത്തരെയും കരിക്കൾ റാപ്പിഡ്. അതിൽ അന്ന് വൈകുന്നേരം മറ്റോ ആയിരുന്നു കളി. അന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ക്ലിൻറ്റൺ, 10ാം ക്ലാസ്സിലാണ്, ഞാൻ 6ലാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ തൊട്ടടുത്തൊരു പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഒരു ഹാഫീസ് ഉണ്ട്. ഞങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ചായിരുന്നു. അപ്പോൾ ക്ലിൻറ്റൺ ജയിച്ചു. ഞങ്ങൾ ഉച്ചക്കിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് കളിക്കാൻ പോയത്. ക്ലിൻറ്റൺ എന്ന ആ 40-ൽ ഒരാളായിരുന്നു വിശ്വനാഥാനന്ദനെ തോൽപ്പിച്ചത്. വലിയ വാർത്തയായിരുന്നു. അത് 6ാം ക്ലാസ്സിലാണ്. ഓക്കെ. ഏതായാലും 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിനെതിരെ ചെസ് കളിച്ച പരിചയം വരെയുള്ള ആളാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി. കാലത്തിന്റെ കരുനീക്കം അന്നത്തെ 6ാം ക്ലാസ്സുകാരനെ ഇന്ന് കേരളത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയുടെ കസേരയിൽ എത്തിച്ചിരിക്കുകയാണ്.